നമസ്കാരം. ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകൾ ഇപ്പോൾ ഭയാനകമായിട്ട് ആളുകൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറുകളാണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ, എക്സ്പെഷ്യലി ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഫയർ, അതായത് സ്കൂട്ടറുകൾ കത്തിപ്പിടിക്കുന്ന സംഭവങ്ങളൊക്കെ റീസെൻ്റ്ലി നമ്മൾ കണ്ട കാര്യമാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, അതായത് ബൾക്കി ആയിട്ടുള്ളൊരു ലുക്കുള്ളൊരു വാഹനം. അതൊരു സ്കൂട്ടറാണ്. റിവർ ഇൻഡി എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമാക്കി മലയാളികൾ ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു സ്റ്റാർട്ടപ്പാണ്. അവരുടെ മികച്ചൊരു വാഹനമാണ് റിവർ ഇൻഡി. കാണുമ്പോഴൊക്കെ നല്ല മസ്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലുക്കുള്ളൊരു വാഹനം. എടുത്തു കൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് പ്രാക്ടിക്കാലിറ്റി. ആവശ്യമില്ലാത്ത ഫീച്ചറുകളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഗിമ്മിക്സുകളോ ഒന്നും ഈ വാഹനത്തിലില്ല. എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചറുകളാണ്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവർ ഇൻഡി ജനറേഷൻ 2 എന്ന് പറയുന്ന മോഡലാണ്. ഒറ്റ വേരിയൻറ്റ് മാത്രമാണ് അവർക്കുള്ളൂ. ജനറേഷൻ 1-ൽ ബെൽറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 2-ൽ ചെയിൻ ഡ്രൈവ് ആക്കി എന്നുള്ളതാണ്. ഈ ഒരു വ്ളോഗും ഈ ഒരു കോണ്ടൻറ്റും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ കണ്ട് ഒന്ന് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വളരെ താഴ്മയായിട്ട് പറയാനുള്ളത്, ഇലക്ട്രിക് സ്കൂട്ടറുകളാണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് കാറുകളാണെന്നുണ്ടെങ്കിലും നല്ല ടെക്നോളജിയിൽ വരുന്ന കാറുകൾ നമ്മൾ എടുക്കുക. കാരണം റിലയബിലിറ്റി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഇലക്ട്രിക് വാഹനങ്ങളിൽ വളരെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്നൊന്നും അത് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ വന്ന് അത് ഫിക്സ് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വാങ്ങിയ ഉടനെ തന്നെ കംപ്ലൈൻ്റ് ആകുന്ന വാഹനങ്ങളുടെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്ന് കരുതി ഇലക്ട്രിക് വാഹനങ്ങളെ താഴ്ത്തിക്കെട്ടുകയല്ല. യഥാർത്ഥത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു വാഹനങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആ ടെക്നോളജി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BYD പോലെ, അതല്ലെന്നുണ്ടെങ്കിൽ കിയ, ഹ്യുണ്ടായെ പോലെയുള്ള മികച്ച വാഹന നിർമ്മാതാക്കൾ, എക്സ്പെഷ്യലി ടെസ്ലയൊക്കെ നമ്മൾ മറന്നിട്ടില്ല. അത്തരം നല്ല വാഹന നിർമ്മാതാക്കളൊക്കെ നല്ല നല്ല ഇലക്ട്രിക് കാറുകളും ഒക്കെ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സ്കൂട്ടറുകളുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങിങ്ങായിട്ട് ഇപ്പോഴും പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റിൽ നമ്മൾ പറയുന്നത് റിവർ ഇൻഡിയെ കുറിച്ചിട്ടാണ്. റിവർ ഇൻഡി എന്ന് പറയുന്ന വാഹനം ഒറ്റ മോഡൽ മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു വാഹനം, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഡിസൈൻ നോക്കുമ്പോഴത്തേക്കും നല്ല ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മെറ്റൽ ബോഡി അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വാഹനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ഗാർഡുകൾ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 165 മില്ലിമീറ്ററാണ്. അത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണെങ്കിൽ പോലും 2 പേരെയൊക്കെ ഇരുത്തിയിട്ട് ഈ ഒരു വാഹനം ചെറിയ പോട്ട് ഹോൾസിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ താഴം നൈസായിട്ടൊന്ന് മുട്ടാറുണ്ട്. നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സംശയം തോന്നും. അതായത് 2 പേര് ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് വണ്ടി ഒന്ന് താഴും. അപ്പോൾ ചില സമയങ്ങളിൽ മാത്രം ഈ അടിമുട്ടുക എന്ന് പറയുന്നത് മോട്ടറല്ല മുട്ടുന്നത്. കാരണം മോട്ടർ ഇരിക്കുന്നത് പ്ലാറ്റ്ഫോമിന് താഴെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അടിമുട്ടുക എന്ന് പറയുമ്പോൾ മോട്ടറല്ല മുട്ടുന്നത്, ഇത് സെൻട്രൽ സ്റ്റാൻഡാണ് പതുക്കെ വന്നൊന്ന് തട്ടുന്നത്. അപ്പം എങ്ങനെ നോക്കിയാലും നമുക്കതൊരു പേടിയാണ്. കാരണം മോട്ടറിന് എന്തെങ്കിലും പറ്റിയോ, അല്ലെങ്കിൽ താഴെയാണ് ബാറ്ററി പാക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വാഹനം വാങ്ങിച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ബെൽറ്റിൻ്റെ കേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ജനറേഷൻ 1-ൽ ബെൽറ്റാണ്. അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കസ്റ്റമേഴ്സ് അത്തരത്തിലുള്ള കംപ്ലയിൻസ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ജനറേഷൻ 2-ലേക്ക് വന്നപ്പോഴത്തേക്കും അത് ബെൽറ്റ് ഡ്രൈവിൽ നിന്നും ചെയിൻ ഡ്രൈവ് ആക്കി മാറ്റിയത്. ബെൽറ്റ് മാറുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്യാവശ്യം വിലപിടിപ്പുള്ള ഒരു പാർട്സാണ്. 3600 രൂപ, 3700 രൂപയൊക്കെ അപ്രോക്സിമേറ്റ്ലി ഒരു ബെൽറ്റ് മാറുമ്പോൾ തന്നെ വരുന്നുണ്ട്. അതിപ്പോൾ വാറണ്ടി പീരീഡ് കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. ഇപ്പോൾ വാറണ്ടി പീരീഡിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. വാറണ്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാണോ ലാഭം, അതായത് വാഹനം ഓടുന്നത് വളരെ കുറഞ്ഞ ചിലവിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഈ ബ്രേക്കിങ്ങിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ABS അവൈലബിൾ അല്ല, CBS ആണ്. അതായത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. നമ്മൾ ബാക്ക് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടും കൂടെ എൻഗേജ് ആകും എന്നുള്ള രീതിക്കാണ്. അതായത് 2 ബ്രേക്കും ഒരേ സമയത്ത് ആവശ്യമുള്ള രീതിയിൽ എൻഗേജ് ആകും എന്നുള്ളതാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അത് നിലവിൽ എനേബിൾ ആയിട്ടില്ല. 2026 ആകുമ്പോഴത്തേക്കും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എനേബിൾ ആകും എന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുള്ളത്. വാഹനം ഓടിച്ച സമയത്ത് ഇതിൻ്റെ മിറർ നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വൈഡ് ആയിരുന്നെങ്കിൽ പുറകിലുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ പുറകിലുള്ള വാഹനങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു എന്ന് തോന്നി. ചിലപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ആ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കാം. എന്നാൽ പോലും മോശം എന്നുള്ളതല്ല.
കുറച്ചും കൂടെ ഒരു മിറർ കുറച്ചും കൂടെ ഒന്ന് വൈഡായിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഒരു ഏരിയ ഉണ്ടായിരുന്നെങ്കിൽ നല്ല വിസിബിലിറ്റി കിട്ടിയേനെ എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ അർത്ഥമാക്കിയത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു വാഹനം തന്നെയാണ്. ആക്സസറീസൊക്കെ ഒരുപാട് ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വിച്ചുകളുടെ കാര്യത്തിൽ. സ്വിച്ച് മോശം എന്നുള്ളതല്ല, ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്വിച്ചുകളൊക്കെ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയ സമയത്ത് കുറച്ച് ഹാർഡായിട്ട് നമ്മളതിനെ പ്രസ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കമ്പനി ഒരു സേഫ്റ്റി എന്നുള്ള രീതിക്ക് കൊടുത്തതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഉപയോഗിച്ച വാഹനത്തിൻ്റെ പ്രശ്നമായിരിക്കാം. എല്ലാ വാഹനത്തിലും അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ സ്വിച്ചുകളുടെ കാര്യത്തിൽ കുറച്ച് മോശം എന്നുള്ളതല്ല, നമ്മൾ നല്ല രീതിക്ക് പ്രസ് ചെയ്താൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അത്യാവശ്യം നല്ലൊരു കളർ TFT ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും അതിനകത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ചില വാഹനങ്ങളുണ്ട്, ഒരുപാട് ഫീച്ചറുകളുണ്ട്, നമ്മൾ അതൊന്നും ഉപയോഗിക്കത്ത് പോലുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? 2 ട്രിപ്പ് മോഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഉള്ളത് എന്താണോ അത് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. വാഹനത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്റ്റോറേജ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടോട്ടലി ഒരു 44 ലിറ്ററിൻ്റെ അടുത്ത് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നുണ്ട്. 12 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഗ്ലൗ ബോക്സ് ഫ്രണ്ടിലുണ്ട്. അത് മാത്രമല്ല സീറ്റിൻ്റെ താഴെ ഏകദേശം ഒരു 32 ലിറ്ററിനോളം അടുപ്പിച്ചിട്ടുള്ള സ്റ്റോറേജ് അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഒരു 45 ലിറ്ററിന് ഉള്ളിലുള്ള സ്റ്റോറേജ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റിവർ ഇന്ത്യയിലെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൈഡിലാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അധികം വാഹനത്തിലൊന്നും അത്തരത്തിൽ കണ്ടിട്ടില്ല. എക്കോ, റൈഡ്, റഷ് എന്നിങ്ങനെ 3 മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ IDC റേഞ്ച് എന്ന് പറയുന്നത് 162 കിലോമീറ്ററാണ്. എന്നാൽ യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ നമുക്കൊരു 110 കിലോമീറ്ററോളം കിട്ടും എന്നാണ് ഇപ്പോൾ കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതൊരു 50 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് അവിടെ തന്നെ വന്നു എന്നുള്ളതാണ്. അത്ര ഡിഫറൻസ് വരാൻ പാടില്ല. യഥാർത്ഥത്തിൽ IDC റേഞ്ച് എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അതിനോട് അടുപ്പിച്ച് തന്നെ ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ലഭിക്കണം. അതാണ് ഒരു നല്ല ടെക്നോളജിയുടെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. പെർമനന്റ് മാഗ്നറ്റിക് സിങ്ക്രണൈസ് മോട്ടറാണ് വന്നിട്ടുള്ളത്. അത് സെൻട്രലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് അതിനോട് ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന 110 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മോഡ് മാറ്റുന്ന അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റഷ് എന്ന് പറയുന്ന മോഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും 70 കിലോമീറ്റേഴ്സ് ആയിട്ട് കുറയും. അപ്പോൾ നമ്മൾ ഈ മോഡ് മാറുന്ന അനുസരിച്ച് ബാറ്ററി കൺസപ്ഷൻ കൂടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 110, 90, 70 എന്നുള്ള രീതിക്ക്, അതായത് എക്കോ, റൈഡ്, റഷ് ഈ 3 മോഡുകൾ ഈ ക്രമത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110 എന്നുള്ളത് ഏറ്റവും എക്കോ മോഡിൽ ലഭിക്കുന്നതാണ്. പിന്നെ 90, 70 ആ ഒരു രീതിക്ക് അത് മാറിക്കൊണ്ടിരിക്കും. റൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 90 വരും, റഷിലേക്ക് വരുമ്പോഴത്തേക്കും 70 വരും. അപ്പോൾ നമുക്കറിയാം ബാറ്ററി കൺസപ്ഷൻ കൂടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മോട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പീക്ക് പവർ എന്ന് പറയുന്നത് 6.7 കിലോ വാട്ടാണ്. എന്നാൽ ഒരു നോമിനൽ പവർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 4.5 കിലോ വാട്ട് അവർ മാത്രമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പെർമനന്റ് മാഗ്നറ്റിക് സിങ്ക്രണൈസർ മോട്ടറാണ് വന്നിട്ടുള്ളത്. സെൻട്രലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെയാണ്. ഈ വാഹനം ഓടിച്ച സമയത്തൊക്കെ നല്ല സോളിഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമല്ല 18 ഡിഗ്രി ഗ്രേഡബിലിറ്റി ഉള്ള ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമൊക്കെ കയറുന്നുണ്ട്. അത് ഓടിച്ച് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയത്. 750 വാട്ട്സിൻ്റെ ചാർജർ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 0 to 80 ഒക്കെ പോകാനായിട്ട് 4.5 മണിക്കൂറൊക്കെ അപ്രോക്സിമേറ്റ്ലി വേണ്ടി വരും. എങ്ങനെ നോക്കിയാലും നമ്മളൊരു 4.5 മണിക്കൂർ, 5 മണിക്കൂറിന് താഴെ, 4നും 5നും ഇടയ്ക്ക് എന്നുള്ള രീതിക്ക് നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ മതി. റിവേഴ്സ് മോഡ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൽ ഹിൽ ഹോൾഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇല്ല. അതൊരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നി. 3 വർഷവും 30,000 കിലോമീറ്റർ മാത്രമാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. 3 വർഷം ഒരു 50,000 കിലോമീറ്ററൊക്കെ നോർമൽ ഡിഫോൾട്ടായിട്ട് വാറണ്ടി കൊടുക്കാവുന്നതാണ്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് 5 വർഷത്തേക്കും 50,000 കിലോമീറ്റർ എന്നുള്ള രീതിക്ക്. പിന്നെ ബാറ്ററിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു ബാറ്ററി പാക്ക് തന്നെയാണ്. 4 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. എടുത്തു കൊണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പവറിനൊരു കുറവുമില്ല. അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ടുള്ളൊരു വാഹനം. ഫൈബർ പാർട്സ് ഒരുപാട് ഉണ്ടെങ്കിൽ പോലും വാഹനം അത്യാവശ്യം സോൾഡ് ആയിട്ട് എനിക്ക് തോന്നി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസാണ്. അതായത് 110/17R14 എന്നുള്ള രീതിക്ക് വരുന്ന പ്രൊഫൈലാണ്. 14 ഇഞ്ചിൻ്റെ ടയേഴ്സാണ്. ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി 1,60,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മികച്ചൊരു ലുക്ക് നൽകുന്ന വാഹനമാണ്. അത്യാവശ്യം സോളിഡ് ഫീൽ നൽകുന്നൊരു വാഹനം ആണ്. ഏറ്റവും പ്രധാനമായിട്ടും ആഫ്റ്റർ സെയിൽസ് സർവീസ് എത്രത്തോളം ലഭിക്കുന്നു, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്, അത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യമാണ്. പിന്നെ സോഫ്റ്റ്വെയർ അധികം ഇല്ലാത്തതുകൊണ്ട് ബഗ്സൊക്കെ വളരെ കുറവായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് റേഞ്ച് കുറച്ചും കൂടെ ഒന്ന് കൂടിയിരുന്നെങ്കിൽ, ഈ ഒരു വിലയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം നന്നായേനെ. 110 എന്ന് പറയുന്നത് റിയൽ റേഞ്ച് ആണെങ്കിൽ പോലും ഒരു 140, 150 അതൊന്ന് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വാഹനമാണ്, ഒരു ബൾക്കി വാഹനം തന്നെയാണ്.
തീർച്ചയായിട്ടും അത്തരത്തിലൊരു റേഞ്ച് ഇത് അച്ചീവ് ചെയ്യുകയും നല്ല ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം മുന്നോട്ട് വരും. ഇപ്പോഴും മികച്ചൊരു വാഹനം തന്നെയാണ്. നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. ഏത് ഇലക്ട്രിക് വാഹനം എടുത്താലും അതിൻ്റെ റിലയബിലിറ്റിയും ടെക്നോളജിയും ഒക്കെ നോക്കിയതിന് ശേഷം നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് ലഭിക്കും. പാർട്സിൻ്റെ വില എങ്ങനെയാണ് ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. റണ്ണിങ് കോസ്റ്റ് കുറവാണെന്ന് കരുതി ചാടിക്കേറി ആരും ഇലക്ട്രിക് വാഹനം എടുക്കാതിരിക്കുക. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.